ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ കളിപ്പെട്ടി പാഠപുസ്തകത്തിലെ 7ാമത്തെ യൂണിറ്റാണ് പഠിക്കാനായിട്ട് പോകുന്നത്. തരം തിരിക്കാം. വളരെ മനോഹരമായ ഗെയിമുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതല്ലേ? അതെ, കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായില്ലേ? ഇഷ്ടമായി. ഇന്ന് പുതിയൊരു ഗെയിമാണ്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുന്നേ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ ക്ലാസ്സുകളുടെ വീഡിയോസും എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ പാഠഭാഗത്തേക്ക് കടക്കാം. അധ്യായം 7 തരം തിരിക്കാം. മീനൂട്ടി പറയുകയാണ്, അമ്മേ, പഴങ്ങളും പച്ചക്കറികളും എല്ലാം കൂടിക്കിടക്കുകയാണല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു, നമുക്കിവയെ തരംതിരിച്ച് വയ്ക്കാമോ? ശരി, മീനൂട്ടിയും തരംതിരിക്കാൻ തുടങ്ങി. പഴങ്ങൾ എനിക്ക് തരണേ, നീലക്കുട്ട പറഞ്ഞു. പച്ചക്കറികൾ എനിക്കും, ചുവന്ന കുട്ട കൂട്ടിച്ചേർത്തു. നമുക്ക് ഗെയിം കളിക്കാം. എങ്ങനെയാണ് ഗെയിം തുറക്കുക? ജി കോംപ്രസ്, പദസമ്പത്ത്, തരംതിരിക്കാം, സംഖ്യകൾ. നോക്കാം കൂട്ടുകാരെ. സംഖ്യകൾ വലത്തേക്ക് എങ്ങനെയാണ് നീക്കുക? മൗസ് ക്ലിക്ക് ചെയ്ത് പിടിച്ച് നീക്കിയാൽ മതി. ഇനി നമുക്ക് ഗെയിം എങ്ങനെയാണ് കളിക്കുന്നതെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ജി കോംപ്രസ് വിൻഡോ ഓപ്പൺ ചെയ്തു. അതിൽ നമുക്ക് പദസമ്പത്ത്. ഇനി തരംതിരിക്കാം. ഇതിൽ നമ്പേഴ്സ്. എങ്ങനെയാണ് നമ്മൾ ഗെയിം കളിക്കേണ്ട കൂട്ടുകാരെ? നമ്പേഴ്സിനെല്ലാം നമ്മൾ വലത് സൈഡിലേക്കും ബാക്കിയുള്ള ബാക്കിയുള്ള ലെറ്റേഴ്സിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഇടത് സൈഡിലേക്കും മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് കളി തുടങ്ങാം. ഇതുപോലെ കളി തുടർന്നോളൂ. ഇതുപോലെ കൂട്ടുകാർ കളി തുടർന്നോളൂ. കൂട്ടുകാർക്ക് ഗെയിം ഇഷ്ടമായോ? ഇഷ്ടമായല്ലേ? അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് 7ാമത്തെ യൂണിറ്റാണ് പഠിച്ചത്. തരംതിരിക്കാം. പഴങ്ങളും പച്ചക്കറികളും ഒക്കെ തരംതിരിക്കുന്നത് കൂട്ടുകാർ കണ്ടില്ലേ? കണ്ടു. അപ്പോൾ ഇതുപോലെ ഗെയിമിൽ നമ്മൾ നമ്പേഴ്സും അതുപോലെ തന്നെ ഒബ്ജക്റ്റും ഒക്കെയാണ് തരംതിരിച്ചത്. അപ്പോൾ തരംതിരിക്കാൻ കൂട്ടുകാർ പഠിച്ചല്ലോ അല്ലേ?
അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്